എത്ര പെട്ടെന്നല്ലേ നമ്മൾ 3 മാസം കടന്നു പോയെ. കല്യാണം ഉറപ്പിക്കലും നിശ്ചയിക്കലും കെട്ടും എല്ലാം കൂടി ഇതേന്ന് പറഞ്ഞ പോലെ അല്ലേ. നീ അങ്ങ് വയനാട്ടിലായതുകൊണ്ട് എനിക്ക് ഇടക്കിടക്ക് വരാനും പറ്റിയില്ല. പിന്നെ നമ്മളെ കെട്ട് അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരൊന്നും നിന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇനി അമ്മേന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ നിന്നെ വന്ന് കാണലും പിടിക്കലൊക്കെ ഉണ്ടാവും കേട്ടാ. നിന്റെ നാട്ടിലുണ്ട് അങ്ങനൊക്കെ? പിന്നില്ലേ, ഞാൻ ഒരുപാട് പെണ്ണ് കണ്ടേ. പക്ഷേങ്കില് എന്താ പറയാ, നിന്നെ കണ്ട് ആ ഒരു നിമിഷം മുതലേ നമ്മൾ തമ്മിൽ എന്തോ ഒരു മനപ്പൊരുത്തുള്ള പോലെ എനിക്ക് നിനക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ? ചില കാര്യങ്ങളിലല്ല. അത് മാത്രല്ല, ഞാൻ നിന്നെ ഒരിക്കലും ജിത്തു എന്ന് വിളിക്കും കേട്ടാ. ഞാന് നിന്നെ മോളെ എന്നാ വിളിക്കാം. ഞാൻ പേടിച്ചല്ലോ, വേറെന്തോ വിളിക്കാന്ന് വിചാരിച്ചു. പണിക്കൊന്നും പോകുന്നില്ല? ഇന്ന് കല്യാണം കഴിഞ്ഞതിന്റെ തലേ ദിവസമല്ലേ, ഇന്ന് പോണോ? പിന്നെ പണിക്ക് പോവാണ്ട് ഇവിടെ കിടന്നിട്ട് എന്നാ കാര്യമോ? നിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖം. എന്തോ എണീറ്റാ പോയിട്ട് പണിക്ക് പോയിക്ക. എണീക്ക്. പോണോ? പോണം, എണീക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു ഉമ്മയും കണ്ടേ. പണിക്ക് പോയിട്ട് വന്നിട്ട് വാ. ചെല്ല്, എണീക്ക്. പറ്റിക്കോ? ഇല്ല, ചെല്ല്. പോണോ? പോണോ? എന്നാ ശരി. നോട്ടെ, വൈകുന്നേരം വരുമ്പോ നോണ്ടേ? ഒന്നും വേണ്ട, വേഗം വന്നാ മതി. പറ്റാ? ഹലോ, ചായ എല്ലാം കുടിച്ചാ? ചായ എല്ലാം കുടിച്ച്. പണിയെല്ലാം കഴിഞ്ഞാ? പണിയെല്ലാം കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞിട്ടാണ്. ആലം പോട്ടെ, എന്തെല്ലാം വിശേഷം ഇന്നലത്തെ? പോയിച്ചായിരുന്നു, വേറൊന്നും പറയാനില്ലേ. പിന്നെ ഉണ്ടല്ലോ, നിനക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതന്നെ പറ, കാര്യം കേൾക്കാനല്ലേ ഞാനും കാത്തേക്കുന്നേ. അതൊന്നല്ല, നീ തൊട്ട് എന്നെ പ്രതീക്ഷയോടനെ ജിത്തിയെന്ന് വിളിക്കില്ല, മോളെ എന്നാ വിളിക്കുള്ളൂ. അതെല്ലാരും കല്യാണം കഴിഞ്ഞവിടെ അങ്ങനെ തന്നെയാ. മോളെ, തേനെ, മുത്തേന്നെല്ലാം തന്നെയാ വിളിക്കുക. കുറച്ച് കഴിയട്ടെ, അന്നേരല്ലേ എനിക്ക് മനസ്സിലാവുക. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും പ്രതീക്ഷ അങ്ങനെ ആയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എല്ലാം അമ്മ എങ്ങനെയുണ്ട്? അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ രാവിലെ ആയിട്ട് വന്നപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സ്നേഹത്തിൽ തന്നെയാ. എന്നെ പ്രജീഷ് ചേട്ടൻ വിളിക്കുന്നുണ്ട് രാവിലെ. ഞാൻ ഇപ്പം അങ്ങോട്ട് തിരിച്ചു വിളിക്കാവേ. എന്നാ ശരി, ഓക്കെ. എന്നാ നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. എന്നാ വെക്കട്ടെ. അതാരാ മോളെ വിളിച്ചേ? അതാ അതിരേച്ച് വിളിച്ചാ. നിങ്ങളിപ്പോ അങ്ങ് വയനാട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിരിക്കാനല്ലോ. നാളെന്നാ പറഞ്ഞ, അമ്മയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാ നിങ്ങൾ പോട്, എന്നിട്ട് പോയിട്ടല്ലേ ഇങ്ങ് പോര്. എല്ലാവരെയും കാണുമല്ലോ ചെയ്തിട്ട്. എന്നാ ഞാൻ പ്രജീഷ് ചേട്ടനോട് പറയാം.